योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. 3 ശ്ലോകം കണ്ടു കഴിഞ്ഞതാണ്. ഏകദേശം അതിൽ എല്ലാ പദവും പറഞ്ഞു എന്ന് തോന്നുന്നു. ഉണ്ടോ? എല്ലാ പദവും പറഞ്ഞു എന്ന് വിചാരിക്കണം. പ്രാതസ്മരാമി, ഹൃദി സംസ്ഫുരത്, ആത്മതത്വം. എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ പറയൂ. സച്ചിത് സുഖം, പരമഹംസഗതിം, തുരീയം, യത് സ്വപ്ന ജാഗര സുഷുപ്തം അവൈതി നിത്യം, തദ് ബ്രഹ്മ നിഷ്കലം അഹം നച ഭൂതസംഘഃ. എല്ലാം പറഞ്ഞിട്ടുണ്ടോ? പ്രാതർഭജാമി മനസാ വചസാം അഗമ്യം, വാചോ വിഭാന്തി നിഖിലാ യദനുഗ്രഹേണ, യം നേതി നേതി വചനൈഃ നിഗമാഃ അവോചൻ, തം ദേവദേവം അജം അച്യുതം ആഹുഃ അഗ്ര്യം. പ്രാതർനമാമി തമസഃ പരം അർക്കവർണം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം, യസ്മിന് ഇദം ജഗത് അശേഷം അശേഷമൂർത്തൗ രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. ഈ ശ്ലോകങ്ങളൊക്കെ ആത്മവിചാരത്തിന് ഒരു ബാഹ്യസഹായങ്ങളാണ്. രാവിലെ നേരത്തെ ഒരു മണിക്കൂർ നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആന്തരികമായൊരു അനുഷ്ഠാനം മനസ്സിനെ അതിൻ്റെ പിറപ്പിടത്തിലേക്ക്, മൂലസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ചെയ്താൽ അന്നത്തെ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു അണ്ടർ കറണ്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു അന്തസ്രോതസ് ഉണ്ടാവണം. ഈ നമ്മളൊരു 4-5 ദിവസമായിട്ട് പറഞ്ഞ വിഷയം ഇതോടെ വിട്ടുകളയാതെ അതിനുവേണ്ടി ഉപയോഗിക്കാം. രാവിലെ എണീറ്റതും ഫസ്റ്റ് തിങ് ആദ്യം ചെയ്യേണ്ടതാണ് ഈ ഒരു സ്രോതസ് ഉണ്ടാക്കുക. നമുക്കിപ്പോ ഇതിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതായ അപരോക്ഷമായ സത്യത്തിനെ ആചാര്യസ്വാമികൾ കാണിച്ചു. ആത്മവിചാരം എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ ആയില്ലെങ്കിൽ, ഭഗവൻ നാമജപം നമ്മൾ എന്ത് നാമം ജപിക്കുന്നു അതെങ്കിലും രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉള്ളില് കുറച്ചു നേരം ആ ജപം ചെയ്യാം. മനസ്സിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്താം. സത്വഗുണമുള്ളപ്പോഴേ നടക്കുള്ളൂ. രജോ ഗുണം തമോ ഗുണം ഉള്ളപ്പോൾ അത് അതിന്റെ പാട്ടിൽ അലഞ്ഞു നടക്കും. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ നദ്വേഷ്ടി സംപ്രവൃത്താനി നിവൃത്താനി കാംക്ഷതി. ഭഗവാൻ ഗീതയില് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്,
മനസ്സിന്റെ സ്വഭാവം. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. പ്രകാശം എന്ന് വെച്ചാൽ സത്വം, പ്രവൃത്തി രജസ്, മോഹം തമസ്. ഈ മൂന്നും കുറച്ചെങ്കിലുമൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കും. വിചാരജ്ഞാനം കൊണ്ട് നമ്മളതിന് വിട്ടുനിൽക്കാൻ പഠിക്കുകയാണ്. സത്വഗുണം വരുമ്പോൾ ധ്യാനം ഉണ്ടാവും, മനസ്സ് ശാന്താവും, ഭക്തി ഉണ്ടാവും. രജോ ഗുണം ഉണ്ടാവുമ്പോൾ പ്രവൃത്തി ചെയ്യണമെന്ന് തോന്നും. തമോ ഗുണം ഉണ്ടാവുമ്പോൾ ആലസ്യം, ഉറക്കം, ക്ഷീണം, മനസ്സിനൊരു പിടിപ്പില്ലായ്മ. പ്രമാദ ആലസ്യ നിദ്രാഭി. പ്രമാദം എന്ന് വെച്ചാൽ പിടിപ്പില്ലായ്മ എന്ന് വെച്ചാൽ ഇരുന്നാൽ കേൾക്കാനൊന്നും പറ്റില്ല, അങ്ങനെ ഇരിക്കും. സത്സംഗത്തിൽ വന്നിരുന്നാൽ പോലും ശ്രവണം സാധ്യമാവില്ല, പ്രമാദം ഉള്ളപ്പോ. രജോ ഗുണമുള്ളപ്പോ ഒരു വശത്ത് കേൾക്കുമ്പോ വേറൊരു വശത്ത് ഇന്റർപ്രറ്റിംഗ് മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ബ്രെയിൻ. സത്വഗുണമുള്ളപ്പോ നേരെ ഹൃദയത്തിലേക്ക് പോവും ശ്രവണം. വേദാന്തികൾക്ക് മുഖ്യം ഗുണാതീത ശ്രവണമാണെന്നാണ്. എന്നുവെച്ചാൽ ശുദ്ധസത്വത്തിൽ കേൾക്കുന്നവർക്ക് കേൾക്കുമ്പോ തന്നെ പ്രത്യവിജ്ഞ, ബ്രഹ്മജ്ഞാനം ഉണ്ടാവും എന്നാണ്. ഒരു പ്രാവശ്യം കേട്ടാൽ മതി. പരീക്ഷിച്ച് ഭാഗവത സപ്താഹം മുഴുവൻ കേട്ടു. സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന. ഒരു പ്രാവശ്യമേ കേട്ടിട്ടുള്ളൂ പരീക്ഷിച്ച്, ജ്ഞാനനിഷ്ഠനായിട്ട്. ചിലർക്കൊക്കെ ഒരു വാക്കുമതി ഉപദേശം. അതുപോലെ വലിയ സത്സംഗം, പ്രഭാഷണമൊന്നും ആവശ്യമില്ല, ഒരു വാക്കുമതി. ചുമ്മാ ഇരു. അരുണഗിരിനാഥർ പറയണ്ട്, മുരുകൻ പ്രത്യക്ഷപ്പെട്ട് ചുമ്മാ ഇരു എന്ന് പറഞ്ഞു അത്രേ. 12 വർഷം ചുമ്മാ ഇരുന്നു. ചുമ്മായിരു ചൊല്ലറ என்றதுமே അമ്മാ പൊരുളൊன்றுം അറിന്തിലനെ. ആത്മജ്ഞാനം ഉണ്ടാവാൻ ഇങ്ങനെ ഒരു ഉപദേശം മതിയോ എന്നാണ്. അഷ്ടാവക്ര സംഹിതയില് ഒരു ശ്ലോകമുണ്ട്, എന്തെങ്കിലും ഇത്തിരി കൊടുത്താൽ മതി, നല്ല പക്വയ്ക്ക് അയാളെ പ്രാപിച്ചോളും. മറ്റേ ആള് ജീവിതം മുഴുവൻ ഇങ്ങനെ ജിജ്ഞാസുവായിട്ട് നടക്കുന്നു. യാഥാതഥ്യോപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാൻ. ബുദ്ധിയിൽ സത്വഗുണമുണ്ടെങ്കിൽ കേൾക്കുമ്പോ തന്നെ ജ്ഞാനുണ്ടാവും. ആജീവമപി ജിജ്ഞാസുഹു പരസ്തത്ര വിമുഹ്യതി. മറ്റുള്ളവര് ജീവിതം മുഴുവനും ഇവിടെ ഉണ്ടോ, അവിടെ ഉണ്ടോ, അതിലുണ്ടോ, ഇതിലുണ്ടോ എന്ന് ആട് പുല്ല് കടിക്കുന്ന പോലെ കടിച്ചുകൊണ്ട്. ശ്രവണം അറിയാൻ വേണ്ടിയിട്ട് അല്ല. സ്കൂളില്, കോളേജിലെ അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ വേറെ, അവിടെ അറിയലാണ് പ്രധാനം, മനസ്സിലാക്കലാണ് പ്രധാനം. എന്നിട്ട് വേറെ ഒരാൾക്ക് കൊടുക്കും നമ്മൾ. ഇവിടെ മൂക്കത്ത് വെച്ച കണ്ണട അന്വേഷിക്കുകയാണ്, ഇതവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കണ്ടു. അപ്പോ മുതൽക്ക് കണ്ണട നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നി, കിട്ടി അല്ലേ, ലാഭം. അതുപോലെ ശാസ്ത്രശ്രവണം, ജ്ഞാനശ്രവണം നമ്മൾക്ക് ആ ക്ഷണത്തിൽ തന്നെ പൂർണ്ണത്വത്തിനെ കൊടുക്കണം. പൂർണ്ണം സനാതനപദം പുരുഷോത്തമാക്യം. പൂർണ്ണത്വത്തിനെ കൊടുക്കണമെന്ന് വെച്ചാൽ പൂർണ്ണത്വം ഉണ്ട് ഇല്ല എന്നുള്ള തോന്നൽ, ഭ്രമം, അതിനെ നീക്കുകയാണ്. ഞാനൊരു വ്യക്തിയാണ്, ഒരു ശരീരമാണ്, ഒരു മനസ്സാണെന്നുള്ള ഭ്രമത്തിനെ നീക്കുകയാണ്.
കേട്ടു നീക്കിയെങ്കിലും വ്യവഹാരത്തിൽ വരുമ്പോ അലയടിക്കും. അപ്പോ കുപ്പുറകുത്തി ചോട്ടിൽ വീഴും. വീണ്ടും എണീക്കണം. വീണ്ടും ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ശ്രവണം, മനന, നിധിധ്യാസനം, അചലമായ സ്വസ്വരൂപസ്ഥിതി അഭ്യസിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഭഗവാന്റെ കൃപ നമുക്ക് തുണയേകിക്കൊണ്ടിരിക്കേണ്ട, നമ്മളുടെ വകയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വീണ്ടും 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 ഓർത്തോളാം. ആസുപ്തേഹേ ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാണ്. വേദാന്ത വിചാരം എത്ര നേരം ചെയ്യണം എന്ന് ചോദിച്ചു ശിഷ്യൻ. ഗുരു പറഞ്ഞു ഉറക്കം വരണ വരെ ചെയ്യാം. അങ്ങനെ എത്ര കാലം ചെയ്യണം? ആമൃതേഹേ കാലം, മരണപര്യന്തം തുടർന്നു കൊണ്ടുപോവാന്നാണ്. ശരീരം വീഴുന്നവരെ വിട്ടുകളയരുത്. ആസുപ്തേഹേ ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാ. നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒരു സുഖം, ഒരു ആനന്ദത്തിന് വീണ്ടും അത് തന്നെ പറയുന്നു, അത് തന്നെ കേൾക്കുന്നു, അത് തന്നെ മനനം ചെയ്യുന്നു. പൂർണ്ണമായ സ്വരൂപസ്ഥിതി ഉണ്ടാവുന്നവരെ ചിത്തവൃത്തികൾ വരുമ്പോ, വിചാരങ്ങൾ വരുമ്പോ, ഇതൊക്കെ ആർക്ക് വരണു? എനിക്ക് വരണു. ഞാൻ ആരാണ്? ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? ഞാനെന്ന് പറയണമല്ലോ, ഇതെന്താണ് എന്ന് ഹൃദി സംസ്ഫുരത് ആത്മതത്വം. അതിനെ ശ്രദ്ധിക്കണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആരാണ് ഉദിച്ചത്? ഉറക്കത്തിൽ ആര് ലയമായി? ദേഷ്യം മുതലായ വികാരങ്ങളൊക്കെ ആർക്കു വരണു? ടെൻഷൻ, ഡിപ്രഷനൊക്കെ ആർക്കു വരണു? ഞാൻ എന്താണ്? ഞാൻ ഉദിക്കുന്ന സ്ഥലത്ത് ലയിക്കുമ്പോ അവിടെ കാണാം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ സദ്വസ്തുവാണ് ഞാൻ. മറ്റൊരു മാർഗമാണ് ആ വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ധ്യാനിക്കുക. ഒന്ന് വിചാരം, ഒന്ന് ധ്യാനം. ധ്യാനം എന്താ? ഞാൻ ആ വസ്തുവാണ്, പൂർണ്ണ വസ്തുവാണ്. ജാതിനീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി യത്പരം സകലവാഗോചരം ഗോചരം വിമലബോധചക്ഷുഷഃ ശുദ്ധചിദ്ഘനമനാദിവസ്തു യത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. അവിടെ ഭാവന ചെയ്യൂ എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ഞാൻ ബ്രഹ്മമാണ്, അഖണ്ഡമായ പൂർണ്ണമായ വസ്തുവാണ്. എനിക്ക് ജനനമോ മരണമോ മുതലായ ദോഷങ്ങളൊന്നുമില്ല. ഇങ്ങനെ അനുസന്ധാനം എന്തിനാന്ന് വെച്ചാൽ വിപരീത ഭാവനയെ ഇല്ലാതാക്കാനാണ്. ബ്രഹ്മതത്വമസി. അല്ലെങ്കിൽ വിപരീത ഭാവന വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, എനിക്ക് കുടുംബമുണ്ട്, ഈ ഭാവനയെ തടുക്കാനാണ് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. എന്തെങ്കിലും മനസ്സിന് ഭാവന വേണം. നമ്മുടെ ഭഗവാൻ ഒരു ഉദാഹരണം പറയും. പശുവിനെ അഴിച്ചുവിട്ടാൽ ആരുടെയെങ്കിലുമൊക്കെ തൊടിയിൽ പോയിട്ട് കിട്ടിയതൊക്കെ തിന്നും. അപ്പൊ അതിനെ കെട്ടിയിട്ടിരിക്കുന്ന തൊഴുത്തിൽ തീറ്റ കൊടുക്കണം എന്നാണ്. അതുപോലെ മനസ്സ് ഇവിടെ തന്നെ അതിന് ഭക്ഷണം കൊടുക്കണം. എന്ത് ഭക്ഷണ കൊടുക്കണത്? ഈ ബ്രഹ്മവിചാരം. ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ഞാൻ ശുദ്ധ നിർമ്മലമായ പൂർണ്ണവസ്തുവാണ്, ചൈതന്യമാണ്. എനിക്ക് ജനനമില്ല, മരണമില്ല. ആകാശം പോലെ അനന്തമായ വസ്തുവാണ്. ഭയം മുതലായ വികാരങ്ങള് മനസ്സിന്റെയാണ്. ഇതൊന്നും എന്റെ സ്വസ്വരൂപത്തിലില്ല. ജനിക്കുക, ജീവിക്കുക, മരിക്കുക ഇതൊക്കെ ശരീരത്തിന്റെയാണ്.
എന്റെ സ്വസ്വരൂപത്തിലില്ല. ചിത്തവൃത്തികൾ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിന്റെയാണ്, എന്റെ സ്വസ്വരൂപത്തിലില്ല. വിശപ്പ്, ദാഹം മുതലായിട്ടുള്ളത് പ്രാണന്റെയാണ്, ആത്മാവിലില്ല. ഇതൊക്കെ തന്നെ കയറില് പാമ്പ് പോലെ ആരോപിതമാണെന്നാണ്. രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം. അധ്യാസം എന്ന് വേദാന്തികള് പറയും. അധ്യാരോപം, അധ്യാസം. അധ്യാസം എന്ന് വെച്ചാൽ ഒന്നിൽ മറ്റൊന്നിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാം, ആരോപണം ചെയ്യാം. അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അതസ്മിന് തദ്ബുദ്ധി. അതല്ലാത്തതിൽ വേറെ എന്തിനെയോ കാണുക. അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. കയറ് പാമ്പിനെ കണ്ടു, മരത്തിലെ ആനയെ കണ്ടു. മരം കൊണ്ട് ഒരു ആനയുണ്ടാക്കി. കുട്ടി പറഞ്ഞു ഇത് ആനയാണെന്ന്, അച്ഛൻ പറഞ്ഞു മരമാണെന്ന്. അധ്യാസാണ്. മരത്തൈ മറൈത്തത് മാമതൈ ആനൈ. മരത്തിൽ മറൈந்தது മാമതൈ ആനൈ. പരത്തൈ മറൈത്തത് പാർമുതർ ഭൂതം. പരത്തിൽ മറൈந்தது പാർമുതർ ഭൂതമേ. തിരുമൂലരുടെ തിരുമന്ദിരത്തിലുള്ള ഒരു ശ്ലോകമാണത്. മരത്തൈ മറൈത്തത് മാമതൈ ആനൈ. വലിയ ആന മരം കൊണ്ടുണ്ടാക്കി വെച്ചപ്പോ കുട്ടി അതിന്റെ മുകളിൽ കയറിയിരുന്ന് ആനയാണ് എന്ന് പറഞ്ഞു. കുട്ടിക്കത് മരമാണെന്നുള്ള വിചാരമേ ഇല്ല. ഒരാശാരി കണ്ടു, നല്ല മരമാണല്ലോ. എന്നിട്ട് അയാള് അതിങ്ങനെ ഉളി കൊണ്ട് ചെത്തി നോക്കുകയാണ്. അയാൾക്ക് ആനയാണെന്നുള്ള വിചാരമേ ഇല്ല, മരമാണ്. മരത്തൈ മറൈത്തത് മാമതൈ ആനൈ. ആനാന്ന് നോക്കിയപ്പോ മരം മറഞ്ഞുപോയി. മരം എന്ന് നോക്കുമ്പോ മരത്തിൽ മറൈந்தது മാമതൈ ആനൈ. മരത്തിന്റെ ഉള്ളിൽ ആന എന്നുള്ള ആ ചിന്ത, ആനയുടെ ഷേപ്പ് ഉള്ളപ്പോഴും മരത്തിനെ ശ്രദ്ധിക്കുന്ന ആൾക്ക് ആന എന്നുള്ള വിചാരമേ ഇല്ല. അതുപോലെ പരത്തൈ മറൈത്തത് പാർമുതർ ഭൂതം. പഞ്ചഭൂതങ്ങൾ, പാർമുതർ ഭൂതം. പാർന്ന് വെച്ചാൽ മണ്ണ്. മണ്ണ്, വെള്ളം, അഗ്നി, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങൾ പരത്തൈ എന്ന് വെച്ചാൽ ഭഗവാനെ, ബ്രഹ്മത്തിനെ, ആത്മാവിനെ മറച്ചു. അതെന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ, സൂക്ഷ്മമായി നോക്കുമ്പോ, ഇലക്ട്രോണാണ് പ്രോട്ടോണാണ് എന്നൊക്കെ പറയും. കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കിയാൽ പരത്തിൽ മറയുന്നത് പാർമുതർ ഭൂതം. കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു എന്നുള്ളതൊക്കെ മറഞ്ഞുപോയി കേവലമായ പരം ബ്രഹ്മം മാത്രം പ്രകാശിച്ചപ്പോ ഈ പഞ്ചഭൂതങ്ങൾ അതിൽ മറഞ്ഞുപോയി എന്നാണ്. പരത്തിൽ മറയുന്നത് പാർമുതർ ഭൂതം. അപ്പോ അധ്യാസം എന്ന് വെച്ചാൽ ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുക. നമ്മളെ ലോകത്തിലെ സാധാരണമായി കാണുന്ന ഒരു എക്സാമ്പിൾ എപ്പോഴും പറയണത്. അതുകൊണ്ട് ആളുകളൊക്കെ കളിയാക്കി പറയും, ഈ വേദാന്തികൾക്ക് ഈ കയറും പാമ്പും ഇല്ലെങ്കിൽ വേദാന്തം ഇല്ല എന്ന് പറയും. എന്തിനും ഉദാഹരണം ഒരു കയറ്, ഒരു പാമ്പ് വേണം. രജ്ജു, സർപ്പ, വിഭ്രാന്തി എന്ന് പറയും. നല്ല എന്താന്ന് വെച്ചാൽ സാധാരണ കാണുന്ന ഉദാഹരണമാണ്. നാരായണ ഗുരുസ്വാമി ഇത്തിരി മാറ്റിയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ശാസ്ത്രപ്രസിദ്ധമാണ്. മലർമാല നാഗമാമോ എന്ന് പറഞ്ഞു. ഒരു പൂമാല, ബ്രഹ്മത്തിനെ ഒരു പൂമാലയോട് ഉപമിച്ചു. പൂമാല കണ്ടു, ആരോ രാത്രി നടക്കുന്ന സ്ത്രീകളുടെ തലേന്ന് വീണു, അത് കണ്ടു പാമ്പാണെന്ന് വിചാരിച്ചു. അതുപോലെ ഇതൊരു എക്സാമ്പിൾ. ആ എക്സാമ്പിൾ ഒരു സൈഡിൽ വെക്കൂ നിങ്ങൾ, ഒരു വശത്തേക്ക്. പല ഉദാഹരണങ്ങളാണ്. മുത്തുച്ചിപ്പി വെള്ളിയായിട്ട് കാണുക. കുറച്ച് ശാസ്ത്രത്തിൽ സാധാരണ വരുന്ന ചില ടെർമിനോളജീസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കയറ് പാമ്പായിട്ട് കാണുക, മുത്തുച്ചിപ്പി വെള്ളിയായിട്ട് കാണുക. ഈ കക്ക നമ്മൾ പറയില്ലേ, കക്ക വെള്ളിയായിട്ട് കാണുക. കടൽക്കരയിൽ പോയാൽ അതിങ്ങനെ കിടപ്പുണ്ടാവും, വെള്ളിയാണോ എന്ന് തോന്നും. എടുത്തു നോക്കിയാൽ അത് വെറും ചിപ്പിയാണ്, വെറും കക്കയാണ്, വെള്ളിയല്ല. കയറാണ്, പാമ്പല്ല. അതേപോലെ മരുഭൂമിയിൽ ദൂരത്ത് നിന്നും വെള്ളം കാണുന്നു, അടുത്തു പോകുമ്പോൾ വെള്ളമില്ല. വെറുതെ ഒരു ഡിഫ്രാക്ഷനോ എന്താ പറയുന്നത്, റിഫ്രാക്ഷനോ എന്താ പറയാ, മിറാക്ഷന്,
എന്തോ ഒരു ഫിനോമിനൻ പറയാതിനൊരു പ്രതിഭാസം എന്നെ ചൊല്ലുവാണ്. റിഫ്രാക്ഷൻ അല്ലേ? 6 അല്ലേ? 6. റിഫ്രാക്ഷൻ. അത് ദൂരത്തുനിന്ന് കാണുമ്പോൾ വെള്ളം. ഇപ്പൊ നമുക്ക് റോഡിൽ തന്നെ കാണാമല്ലോ. അത് നല്ല വെയിലത്ത് നല്ല ടാർ റോഡിൽ ദൂരത്ത് വെള്ളമുള്ള പോലെ തോന്നും. അത് ചിലപ്പോൾ മരുഭൂമിയിൽ വളരെയധികം വെള്ളമുള്ള പോലെ തോന്നും. അത്ര ഞാൻ കണ്ടിട്ടില്ല. അവിടെ ജനാർദ്ദന മാഷ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെയും കണ്ടിട്ടുണ്ടാവോ? ഇല്ലേ ഇദ്ദേഹം? പോയി മരുഭൂമി കണ്ടിട്ടുണ്ടോ? മരുഭൂമിയിൽ 3 ദിവസം അദ്ദേഹം നടന്നു എന്നാണ് പറയണത്. കണ്ടോ? ഇല്ലേ? മരുമരീചിക്ക കണ്ടില്ലേ? മാഷപ്പോ ഉറങ്ങിണ്ടാവും മരുഭൂമിയില്. അപ്പോ ദൂരത്തുനിന്ന് കണ്ടാൽ ധാരാളം വെള്ളമല്ല പോലെ തോന്നും, അടുത്തു പോയി നോക്കുമ്പോൾ വെള്ളമില്ല. ഇതൊക്കെയാണ് ഉദാഹരണം. സിനിമ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, സിനിമ കാണുന്നു, വാസ്തവത്തിലുണ്ടോ ഇല്ല, പിന്നെ എന്തെന്റെ സ്ക്രീനേ ഉള്ളൂ അല്ലേ? സിനിമയില് there are lot of things happening and corresponding emotions are generated അല്ലേ? കാണുമ്പോ കരയുന്നു, ചിരിക്കുന്നു. ചിലപ്പോ കർമ്മത്തിലും ഇറങ്ങിക്കളയ ആളുകൾ. അത് കണ്ടിട്ടാണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണത്. കക്കുകയും മോഷ്ടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യേണ്ട ആളുകൾ. ഞങ്ങളുടെ അവിടെ ഒരു സിനിമാ തിയേറ്ററിൽ MGRന്റെ സിനിമ നടക്കുന്ന മുമ്പ് എപ്പോഴും MGRന്റെ സിനിമയാണ്, തമിഴ് സിനിമ. അതിലൊരു യുദ്ധം ചെയ്തിട്ട് MGRയുടെ കയ്യിൽ നിന്ന് കത്തി ചുവട്ടിൽ വീണപ്പോ അന്നൊക്കെ ഈ തുണി സ്ക്രീനാണ്. മുമ്പിലിരിക്കുന്ന ആൾ ഇടുപ്പെന്ന് ഊരിയിട്ട് ഒരു ഏറ് കൊടുത്തു സ്ക്രീനിലേക്ക്. അയാളുടെ കത്തി പോയതാണേ. സ്ക്രീന് കീറിപ്പോയി, തെച്ചു വെച്ചിരുന്നു. എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ശരിക്ക് ഒരു 10-12 വയസ്സിലോട് അതോടെ കഴിഞ്ഞു. അപ്പൊ കണ്ടതാണ്, കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ഓർമ്മയുണ്ട് എനിക്കത് ഇങ്ങനെ തെച്ച് ഇങ്ങനെ തുന്നി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സ്ക്രീന് ഇങ്ങനെ തുന്നി കൂട്ടി കെട്ടിവെച്ചതാണ്. അപ്പോ ആക്ഷനാണ് അത് കണ്ടിട്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അവിടെ ഒരു കഥാപാത്രവുമില്ല അല്ലേ? ഇതൊക്കെ ഒരു സാധാരണ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ. ഈ ഉദാഹരണം കൊണ്ട്, ഈ അധ്യാസം കൊണ്ട്, അധ്യാസം അതാണ് വാക്ക്, അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോ പുസ്തകം തുറന്നു നോക്കുമ്പോൾ ഇത് കണ്ട ഇത് എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് പറഞ്ഞത്. അധ്യാസം, സൂപ്പർ ഇമ്പോസിഷൻ. ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുക, ഇമ്പോസ് ചെയ്യുക. ശരി, ഇപ്പോ ഇവിടെ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് എന്തിനെ കാണിക്കാൻ വേണ്ടിയാ? എന്തിൽ എന്ത് ആരോപിച്ചു എന്ന് പറയാൻ വേണ്ടിയാ? എന്താ ആരോപിച്ച്? എന്താ ആരോപിച്ചത്? എന്തിൽ എന്താണ് ഇമ്പോസ് ചെയ്തത്? വാട്ട് ഈസ് ഇമ്പോസ്ഡ്? എവറിത്തിങ് അല്ലേ? ബോഡി, മൈൻഡ്, കോംപ്ലക്സ്, വേൾഡ് ഒക്കെ ഏതിൽ ആരോപിച്ചു? ആത്മാവിൽ ആരോപിച്ചു എന്ന് പറയണം. ബട്ട് അപ്പൊ രണ്ട് വന്നില്ലേ? ആരോപിക്കുന്ന സാധനവും. ഇപ്പൊ പാമ്പ് ഒരു സ്ഥലത്തുണ്ട്, ഇവിടെ കയറുണ്ട്. പാമ്പിനെ കണ്ട ഓർമ്മ വെച്ചുകൊണ്ടാണ് കയറിൽ പാമ്പിനെ ആരോപിക്കുന്നത് അല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സോ എക്സാമ്പിൾ, ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ദാർഷ്ടാന്തികത്തിൽ പൂർണ്ണമായും നിൽക്കില്ല. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ചോദ്യോത്തരം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു സൂക്ഷ്മമായ ഒരു വിഷയം നമ്മൾ മനനം ചെയ്ത് അവസാനം വന്ന് കാണേണ്ട ഒരു കാര്യമാണ്.
ആരോപിക്കപ്പെടുന്ന വസ്തു ശരിക്കും പറഞ്ഞാൽ ആ മൂലപ്പൊരുൾ തന്നെയാണ്. തിരുവണ്ണാമലയിൽ ശേഷാദ്രി സ്വാമികൾ എന്നൊരു സിദ്ധപുരുഷനുണ്ടായിരുന്നു. കാഞ്ചീപുരത്തിൽ നിന്നും വന്ന ആളാണ് അദ്ദേഹം. മഹാപണ്ഡിതനായിരുന്നു. പക്ഷേ രമണ മഹർഷി പണ്ഡിതനൊന്നുമല്ല. പക്ഷെ ഭഗവാന്റെ ടീച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ശാസ്ത്രത്തിനൊക്കെ ആധാരമായിട്ട് തീർന്നു. ശേഷാദ്രി സ്വാമികൾ മഹാപണ്ഡിതനാണ്. പക്ഷെ ഭ്രാന്ത് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബാലകവത് ക്രീഡേത് ഉന്മത്തകവത് വധേത് എന്നൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞില്ലേ. അതുപോലെ കുട്ടികളെ പോലെ കളിക്കുക. എന്തെങ്കിലും ചോദിച്ചാൽ നേരെ ഉപദേശമൊന്നും അദ്ദേഹം തരില്ല. സ്വാമി മന്ത്രോപദേശം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ചുണ്ടക്കായ് ചാപ്പിട് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും പറയും. അപ്പോ ഒരു ദിവസം ഒരു ആള് ഇടയ്ക്കിടയ്ക്ക് സ്വാമിയുടെ അടുത്ത് പറയും, എനിക്ക് ഉപദേശം തരണം. അപ്പൊ ഒരു ദിവസം സ്വാമി ഒരു എരുമയെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇയാള് അവിടെ നിൽക്കുന്നുണ്ട്. ഇയാളുടെ അടുത്ത് ചോദിച്ചു, ഇത് എന്നാ ചോദിച്ചു. എരുമ സ്വാമി, ഇത് എരുമയാണെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെയും ചോദിച്ചു, ഇതെന്താ? എരുമ. അപ്പൊ സ്വാമി അയാളെ നോക്കിയിട്ട്, നീ ഇതാ എരുമ, അത് ബ്രഹ്മം. നിന്റെ ഉള്ളിലാണ് എരുമ എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത്. എരുമയ്ക്ക് അറിയോ അത് എരുമയാണെന്ന്? എരുമയ്ക്ക് എരുമ എന്നുള്ള പേരറിയോ? എരുമയെന്ന് വിളിച്ച ഓ എന്ന് ചോദിക്കുമോ? അതിന് എരുമ എന്നുള്ള പേരുമില്ല. നമ്മളുടെ ഉള്ളിലാണ് എരുമയും ഈ പേരും ഒക്കെ ഉണ്ട് അല്ലേ? അതേപോലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ പറയണത്, ആ ഇലക്ട്രോണോ പ്രോട്ടോണോ ആ പേരുണ്ടോ? ഹൈഡ്രജൻ എന്ന് വിളിച്ചാൽ ഹൈഡ്രജൻ മോളിക്യൂൾ എന്താ എന്ന് ചോദിക്കുമോ? നാമരൂപങ്ങൾ ഒരു തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹിപ്നോട്ടിക് സ്പെല്ലാണ്. നമ്മളാണോ കൊടുക്കുന്നത് ഈ പേര് ആ പേര് എന്നൊക്കെ പറഞ്ഞ് അല്ലേ? അതിന് പേരൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും പേരില്ല. നിങ്ങൾക്കൊക്കെ പേര് വാസ്തവത്തിലുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പേര് ആലോചിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? ആരെങ്കിലും വിളിക്കുമ്പോൾ അറിയണ്ടെന്നല്ലാതെ നിങ്ങളുടെ പേര് നിങ്ങൾ വിചാരിച്ചാൽ എപ്പോഴെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? ഞാൻ എന്ന് പറയണ ആ പേര് പോലും ഒരു സ്റ്റേജിന് ശേഷമേ വരണുള്ളൂ അല്ലേ? ചെറിയ കുട്ടികൾക്ക് ഞാൻ എന്നുള്ള ചൊല്ല് തന്നെ ഒരു സ്റ്റേജിന് ശേഷമാണ് അവർ സെലക്ട് ചെയ്തെടുക്കുന്നത്. അവരുടെ ഉള്ളിൽ എന്തോ ഒരു അനുഭവമുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേർഡ് അവര് ലോകത്തുനിന്ന് പെറുക്കിയെടുക്കുന്നത് ഒരു സ്റ്റേജിന് ശേഷം മാത്രമാണ്. അപ്പൊ ആ വേർഡ് പോലും അർത്ഥമില്ല. അപ്പൊ ഭാഷ ഉപയോഗിച്ച് പേരുകൾ കൊടുത്ത് നമ്മുടെ വസ്തുക്കളെയൊക്കെ ഇന്നതാണ് 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 ഇന്നതാണെന്ന് പറഞ്ഞ് സെഗ്രിഗേഷൻ നടത്തുകയാണ്. ഇത് ആകാശമാണ്, ഇത് ഭൂമിയാണ്, ഇത് വായുവാണ്, ഇത് വെള്ളമാണ്, ഇത് ഇതാണ് അതാണെന്ന് പറഞ്ഞ് പിരിക്കുകയാണ്. ഈ പിരിക്കൽ മുഴുവൻ എടുക്കുകയാണ് വേദാന്തം. ഖം വായും അഗ്നിം സലിലം മഹിംച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേഹേ ശരീരം യത്കിഞ്ചഭൂതം പ്രണമേതനന്യ. ഇവിടെ കാണുന്ന സകല പദാർത്ഥങ്ങളും ഒരേ വസ്തു തന്നെ. ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാഴ്ച എന്ന് പറയണതൊക്കെ ഒരേ സദ്വസ്തുവിന്റെ പ്രകാശമാണെന്ന്. ശരീരം, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ തന്നെ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് അതിനൊന്നും ഇരിപ്പില്ല എന്നാണ്. അതിന്റെ തന്നെ
യഥാ അനലമർച്ചിഷസ്വാഹ. ഭാഗവതത്തിൽ പറഞ്ഞു ഇതല്ല 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 എന്ന് പറഞ്ഞ് നിഷേധിച്ച് ഉള്ളിലുള്ള ചിദ്വസ്തുവിനെ കാണുന്നു. കണ്ടിട്ട് ഇതൊക്കെ എന്താണ് എന്ന് വെച്ചാൽ ഇതൊക്കെ സ്ഫുലിംഗങ്ങളാണെന്നാണ്. അഗ്നിയുടെ സ്പാർക്സ് പോലെയാണ് ഈ അന്തര്യാമിയുടെ തന്നെ സ്പാർക്സ് ആണ് മൈൻഡ്, സെൻസസ്, പ്രാണൻ, ശരീരമൊക്കെ. അപ്പോ സ്പാർക്ക് അഗ്നി എന്ന് വേറെയല്ലോ. ഇതിനാണ് അന്വയം എന്ന് പറയുന്നത്. വ്യതിരേകം എന്താണെന്ന് വെച്ചാൽ അല്ല 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 നിഷേധിക്കുന്നത് വ്യതിരേകം. ആണ് 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 എല്ലാം അതാണ് എന്ന് പറയുന്നത് അന്വയം. ആദ്യം നിഷേധിക്കാണ്, നിഷേധിച്ച് പിന്നെ സ്വീകരിക്കാണ്. സ്വീകാര്യത്തിനെ നമുക്ക് ധ്യാനം എന്ന് പറയാം. സകലതും ആ പദാർത്ഥം തന്നെ അല്ല എന്നുള്ള ഭ്രമം നീക്കാണ്. അപ്പോ അനുസന്ധാനം ചെയ്യണത് എന്താ? സകലതും ഭഗവത് സ്വരൂപമാണ്. കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാഴ്ച ഒക്കെ ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. ഇത് നമ്മള് ഭഗവത് നാമം ജപിക്കുമ്പോ ഇതിങ്ങനെ ഉള്ളിൽ വെച്ചോളാം. സിമ്പിൾ സാധനം. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ഇത് ഉള്ളിലുള്ള ഭ്രമം നീക്കിയാൽ ഈ അനുസന്ധാനം വളരെ 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 എഫക്റ്റീവാണ്. സകല പദാർത്ഥങ്ങളും ഭഗവാന്റെ അത് ഈ ദൃഷ്ടി ബലപ്പെട്ടാൽ പദാർത്ഥത്തിന്റെ സ്വഭാവം മാറിപ്പോകും. അപ്പോഴാണ് അതൊക്കെ സിദ്ധിയായിട്ട് തീരുന്നത് എന്നാണ്. അങ്ങ് അത്രയ്ക്ക് കണ്ട് ഈ ദൃഷ്ടിക്ക് ഇമ്പാക്ട് ഉണ്ടെന്ന്. പ്രഹ്ലാദന് തൂണ് നരസിംഹമായി തീർന്നു. മലയുടെ മുകളിൽ ഉരുട്ടിയാൽ ഒന്നും ആയില്ല, വിഷം കൊടുത്താൽ ഏശണില്ല, തീയിലിട്ടാൽ ചുടുന്നില്ല. കാരണം എന്താ പറയണെന്ന് വെച്ചാൽ ഈ ആൻവീക്ഷിക ദൃഷ്ടി വളരെ പ്രബലമാണ്. ഇറ്റ് ഹാസ് സോ മച്ച് ഇമ്പാക്ട്. അതിന്റെ ഇമ്പാക്ട് അത്രയുണ്ട്, അതിന്റെ എഫക്ട് അത്രയുണ്ട് എന്നാണ്. അത്രയും സാധിക്കും. ഇതിന് തത്വമസി മഹാവാക്യോപദേശത്തിൽ സാധ്യതകൾ എത്രയുണ്ട്. നമുക്ക് ബലം പോരാ, നമ്മൾക്ക് ദൗർബല്യമുണ്ട്, നമ്മൾക്ക് വിപരീത ഭാവനയുള്ളത് കൊണ്ട് നമുക്ക് അത്രയൊന്നും ബലമില്ല. നമ്മൾ ഇത്തിരി മുൻപോട്ട് പോകുമ്പോഴേക്കും ഒരു 10,000 ഇമോഷൻസ് നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നത് കൊണ്ട് സകലതും ഭഗവത് സ്വരൂപമാണെന്ന് ഒരു പ്രാവശ്യമൊക്കെ ഭാവന ചെയ്താലും ബലം നിൽക്കണില്ല. നമ്മളുടെ കുഴപ്പമാണത്. നേച്ചറില് എല്ലാം ഒരു മൂലഘടകത്തിന്റെ ആവിർഭാവമാണ്. ആ മൂലഘടകമായ ആ ആദിബീജം, ആ പരമേശ്വരനെ നമ്മള് അത്ര കണ്ട് നമുക്ക് വിശ്വാസവും ശ്രദ്ധയും ഭക്തിയും ധ്യാനയോഗവും ഒക്കെ ഉണ്ടെങ്കിൽ അത്ര കണ്ട് നമുക്ക് ഭാവമണ്ഡലത്തിൽ അത് ഉറച്ചുവെങ്കിൽ, തത്വമസി മഹാവാക്യ പ്രകരണത്തിൽ ഒരു കാര്യമാണ്, ഒരു ഉദാഹരണം പറയാം. ആദ്യമൊക്കെ എനിക്കത് വായിക്കുമ്പോൾ തോന്നും, ഇത്ര യുക്തിയുക്തമായിട്ട് 8 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് 9ാമതൊരു ഉദാഹരണം ശരിയായില്ല എന്ന് തോന്നുന്നു എനിക്ക്. 9 പ്രാവശ്യമാണ് ഛാന്തോഗ്യോപനിഷത്തിൽ തത്വമസി മഹാവാക്യം ഉപദേശം. അതിൽ 8 ശരി പറഞ്ഞ് വ്യാഖ്യാതാക്കളൊക്കെ പോലും വിശ്വാസമില്ലാതെയാണ് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. പ്രാചീന വ്യാഖ്യാതാക്കൾ ആചാര്യസ്വാമികളെ പോലെയുള്ളവർ ഒഴിച്ച് മോഡേൺ കമന്റേറ്റേഴ്സ് ഒക്കെ തന്നെ ഈ എന്നെ പോലെ തന്നെ ചിന്തിച്ചിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എത്ര കണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ശ്രദ്ധാശക്തിയെ കറപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മള് സിവിലൈസ്ഡ് കൾച്ചേർഡ് ഇന്റലക്ച്വൽ ഫൂൾസ് ആണ്. നമുക്കത് മനസ്സിലാവും. സോ കോൾഡ് സിവിലൈസേഷനും കൾച്ചറും ഇന്റലക്ച്വലും നമ്മളെ മണ്ടൂസുകളാക്കിയിരിക്കുകയാണ്. എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ തപ്തപരശുഗ്രഹണം. ഇന്നും ഈ കാട്ടുജാതിക്കാരുടെ ഇടയിലൊക്കെ ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇന്നും തമിഴ്നാട്ടിൽ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതായത് ഒരാൾ മോഷ്ടിച്ചില്ല, ഒരുപാട് വാദമൊക്കെ വരുമ്പോ നല്ല മഴു ചുട്ടുപഴുപ്പിച്ചിട്ട് നീ മോഷ്ടിച്ചിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പാണെങ്കിൽ ഈ മഴുവിനെ പിടിച്ചാൽ നിനക്ക് പൊള്ളില്ല എന്നാണ്. പൊള്ളില്ല. അയാൾക്ക് വിശ്വാസം ഉണ്ടാവണം. പക്ഷെ അയാള് നമ്മളൊക്കെ പിടിച്ചാൽ പൊള്ളും. നമ്മള്
കട്ടിട്ടില്ലെങ്കിൽ പോലും പൊള്ളും. എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു 1000 സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് ആണ് നമ്മളുടെ ഉള്ളിൽ. അതുകൊണ്ട് നമ്മൾക്ക് തന്നെ ഉറപ്പില്ല നമ്മൾ കട്ടിട്ടുണ്ടാവോ ആവോ എന്നാണ്. ഇത് സൈക്കാട്രി ഒക്കെ പഠിച്ചവരാണെങ്കിൽ ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് ഞാൻ പോയി എടുത്തിട്ടുണ്ടാവോ ആവോ എന്നൊക്കെ തോന്നും. അത്ര കണ്ട് കുഴപ്പമാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ. ഒരു വ്യക്തിക്ക് തന്റെ പേഴ്സണാലിറ്റിയിൽ രണ്ടില്ലെങ്കിൽ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അയാളുടെ ഓരോ കോശവും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോ ശരിക്കും പദാർത്ഥത്തിന്റെ സ്വഭാവം മാറ്റാൻ ആ ബലം അതിനുണ്ട്. പല ആളുകളും വേറെ എന്തൊക്കെയോ സാധിക്കുന്നുണ്ടല്ലോ. പക്ഷെ പാമ്പിനെ ധാരാളം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഒരുപാട് പാമ്പ് അയാളുടെ മേലെ കൂടെ അഴിഞ്ഞു നടക്കും, പാമ്പ് കൊത്തുകയും ചെയ്യും, ഒന്നും ആവില്ല. അതങ്ങോട്ട് തീരുമാനിക്കുകയാണേ. ഇതൊരു സിദ്ധിയാണത്. അപ്പർ സ്വാമികളെ തീയിലിട്ടുവെന്നും ഈ പ്രഹ്ലാദന്റെ കഥയിൽ നടന്നതൊക്കെ തിരുനാവുക്കര സ്വാമികളുടെ കഥയിൽ വരും. കടലിലേക്ക് കല്ലെടുത്തിട്ടു. അദ്ദേഹത്തിന് പാട്ടിൽ തന്നെ വരുന്നുണ്ട്. കത്തുണൈ പൂട്ടിയോർ കടലിനുൾ പായ്ച്ചിനും നത്തുണയ്യാവത് നമശിവായവേ. തൂക്കി കടലിലെടുത്തിട്ടാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ തപ്തപരശുഗ്രഹണം ചുടില്ല എന്നാണ്. അപ്പൊ സത്യാനുസന്ധാനരതോ വിമുക്ത. സത്യത്തിനെ അനുസന്ധാനം ചെയ്യുന്നവൻ വിമുക്തനാകുന്നു, മിഥ്യയെ അനുസന്ധാനം ചെയ്യുന്നവൻ ബദ്ധനാവുന്നു. ദൃഷ്ടം യത് ചോര അചോരയോഹോ. കള്ളനും കള്ളനല്ലാത്തവനിലും ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണപ്പെടുന്ന പോലെ ഞാൻ ബ്രഹ്മമാണ് എന്ന് ഗുരുവാക്യം കൊണ്ട് ആർക്ക് ദാർഢ്യമുണ്ടോ അവന് ജനനമരണാദി ദോഷങ്ങളും ശരീരത്തിന്റെ വികാരങ്ങളും ശരീരത്തിന്റെ പ്രശ്നങ്ങളും അയാളെ ബാധിക്കില്ല എന്നാണ്. ഡയറക്റ്റ് മെത്തേഡാണ്. ശരിക്കും ഡയറക്റ്റ് മെത്തേഡ് എന്താ? ഗുരു ഈശ്വരനാണ്. ഗുരുവിനെ എനിക്ക് എന്നെ അറിയണേക്കാളും എന്നെ അറിയാം. അപ്പൊ ഗുരു പറഞ്ഞു നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ശിഷ്യന് അത് മാത്രം മതി പൂർണ്ണമായ നിർവികൽപ്പ പ്രജ്ഞ ഉണ്ടാവാൻ. ദേശികോക്തിയാ ശിവോഹം എന്നാണ്. വിചാരിച്ച് കഷ്ടപ്പെടൽ പോലും വേണ്ട. വിചാരം ചെയ്ത് ബുദ്ധിമുട്ടുക എന്നുള്ള ഒരു പ്രശ്നം പോലുമില്ല. ഗുരു പറഞ്ഞു ദേശികോക്തിയാ ശിവോഹം, കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഉണ്ടാവണില്ലെങ്കിൽ നമ്മളുടെ ഗുരുഭക്തിയൊക്കെ വെറും ഡ്രാമാവാണെന്ന് അർത്ഥം, നാടകമാണ്. ഉത്തമ ഗുരുഭക്തി എന്താ? അവിടെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാവണില്ലെങ്കിൽ അനുസന്ധാനം. ഞാൻ ആ പൂർണ്ണ വസ്തുവാണ്, ശരീരമോ മനസ്സോ ഒന്നും അല്ല. എന്തൊക്കെ തന്നെ വരട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ ഇതൊന്നുമല്ല. വിവേകാനന്ദ സ്വാമികൾ ലൈഫിൽ മുഴുവൻ ഇത് കാണാം. അദ്ദേഹം ലെറ്റേഴ്സിലൊക്കെ കാണാം. പ്രബലമായിട്ട് അദ്ദേഹം അസർട്ട് ചെയ്യണത് കാണാം പല സ്ഥലത്തും. നത്തിങ് ക്യാൻ അഫക്ട് മീ, ഐ ആം ദ ട്രൂത്ത്. ഒരു സ്ത്രീയുടെ അടുത്ത് പറയണ്ട, ഞാനതിനെ കണ്ടിരിക്കുന്നു, അത് തന്നെയാണ്, നീയും ഇത് വിശ്വസിക്കൂ. ശരചന്ദ്ര ചക്രവർത്തിയുടെ അടുത്ത് പറയണ്ട, നീ ഇത് വിശ്വസിക്കൂ, നീ ബ്രഹ്മമാണ്, സകലതും ബ്രഹ്മമാണ്, അന്യമായൊരു വസ്തുവില്ല, വിളിച്ചു കൂവൂ, കേൾക്കണവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ. നിനക്ക് ഉറപ്പുണ്ടോ? നിനക്ക് പ്രബലമായ ശ്രദ്ധയും ഭാവവും അതിനകത്തുണ്ടോ? നിനക്ക് അനുഭവം വരും. കാരണം ആ അനുഭവം ഓൾറെഡി ഉള്ളതാണ്. വിദ്യാരണ്യസ്വാമി പറഞ്ഞതാണ്, ഇല്ലാത്ത പ്രപഞ്ചം നിങ്ങള് സങ്കല്പം കൊണ്ട് ഉണ്ടാക്കാമെങ്കിൽ ഉള്ള ബ്രഹ്മാനുഭവം എന്തുകൊണ്ട് പ്രകാശിക്കില്ല? നിശ്ചയമായിട്ടും പ്രകാശിക്കും. അപ്പോ ആത്മവിചാരണം ചെയ്യാൻ സാധിച്ചില്ലേ? ഞാൻ ബ്രഹ്മമാണ്, ഞാൻ പൂർണ്ണ വസ്തുവാണ്, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ്, ശാന്തി എന്റെ സ്വരൂപമാണ്, ശാന്തി എന്റെ സ്വരൂപമാണ്, നിർമ്മലമായ ആകാശം പോലെ ഒരു കളങ്കവും ഏശാത്തവനാണ്, അഖണ്ഡമായ അനന്തമായ പൂർണ്ണവസ്തുവാണ്, എനിക്ക് ജനനമില്ല, മരണമില്ല, വളർച്ചയില്ല, വ്യാധിയില്ല, പരിണാമമില്ല, ക്ഷയമില്ല. ഇതൊക്കെ പുറമേക്ക് ഉണ്ടെന്ന് തോന്നുമ്പോഴും ഇല്ല എന്ന് നിഷേധിക്കുകയാണ്. ഭയമുണ്ടെന്ന് തോന്നുമ്പോൾ ഭയമില്ല, മരണം ഉണ്ടെന്ന് തോന്നുമ്പോൾ മരണമില്ല, വ്യാധി ഉണ്ടെന്ന് തോന്നുമ്പോൾ വ്യാധി ഇല്ല. ഇവിടെ ഒന്നും ജനിച്ചിട്ടില്ല, ഒന്നും മരിക്കണില്ല.
പൂർണ്ണത്വമേ ഉള്ളൂ, പൂർണ്ണത്വമേ ഉള്ളൂ. ഈ ഭാവനയ്ക്കൊണ്ട് എന്താ നഷ്ടം? ഭാവന ചെയ്യാം. ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്തിരുത്തലേ ഉന്തീപര പരഭക്തി തത്വം ഉന്തീപര. ഉപദേശസാരം തമിഴ്. അതിൽ ഭഗവാൻ പറയുന്നു, ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്ത് ഇരുത്തൽ. ഭാവബലം കൊണ്ട് ഭാവനാതീതമായ സ്വസ്വരൂപത്തിൽ നിഷ്ഠമാവാണ്. അതിനാദ്യം ഭാവബലത്തിനെ ഉപയോഗിക്കുകയാണ്. നിർമ്മലമായ ചൈതന്യമാണ് ഞാൻ, ആകാശം പോലെ അനന്തമായ വസ്തുവാണ്. ആകാശത്തിന് എപ്പോഴും ഉദാഹരണമായിട്ട് പറയും, സ്വേനരൂപേണ ആകാശകൽപ്പ ആത്മാ. ആകാശം പോലെ പൂർണ്ണ വസ്തുവാണ്, ഉള്ളും പുറവും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ്. ഞാൻ ആരെയൊക്കെ കാണുന്നോ അവരൊക്കെ ആ പൂർണ്ണ വസ്തുവാണ്, ആത്മാവാണ്. സകലരും ഭഗവത് സ്വരൂപമാണ്, സകലരും ആ പരമേശ്വരന്റെ തന്നെ സ്വരൂപമാണ്, അന്യമായ ഒന്നുമില്ല എന്ന് വീണ്ടും 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 അന്യത്തിനെ എടുത്തു കളയാണുള്ളത്. ദ്വൈതത്തിനെ നീക്കം ചെയ്യാം. അങ്ങനെ അഖണ്ഡാകാരമായ സ്ഥിതിയെ അഭ്യസിക്കും തോറും ഈ സമാധി സുഖം, സമാധി പ്രജ്ഞ ഹൃദയത്തില് പതുക്കെ 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 തെളിയും. മനസ്സ് ഈ ഒരു ചൈതന്യ വസ്തുവിനെ ധ്യാനിക്കും തോറും മനസ്സിനെ പിടി നിൽക്കില്ല. കാരണം അതിന് പ്രബലമായ രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. എത്ര കണ്ട് രണ്ടിന് ബലം കൊടുക്കണോ അത്ര കണ്ട് ഞാനും ബലം വയ്ക്കും. രണ്ടിനെ നിഷേധിക്കും തോറും, ദ്വൈതത്തിനെ നിഷേധിക്കും തോറും അഖണ്ഡമായ ശാന്തി പ്രജ്ഞ ഹൃദയത്തില് പ്രകാശിക്കും. ഈ കെട്ടിണ്ടാക്കിയ കെട്ടിടം പൊളിക്കാനുള്ളൊരു സ്ഫോടക വസ്തുവാണ് ഈ ഭാവന, ഈ ധ്യാനം. ഞാൻ ആത്മാവാണ്, പൂർണ്ണ വസ്തുവാണ്, ചൈതന്യമാണ്, ശിവമാണ്, അഭയമാണ്. അങ്ങനെ അനുസന്ധാനം ചെയ്യാം. രാവിലെ എണീറ്റ ഉടനെ ഈ അനുസന്ധാനം ഹൃദയത്തില്. അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യഗ്ജ്യോതി പരാത്പരം ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം. പുറമേക്ക് ജ്യോതിയാണ്, അകമേക്ക് ജ്യോതിയാണ്. പ്രത്യഗ്ജ്യോതി, ഉള്ളില് പ്രത്യേകമായിട്ട് നിൽക്കുന്ന അഹം 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 എന്ന അനുഭവമുണ്ടല്ലോ, അതാണ് ജ്യോതി. അത് തന്നെയാണ് സ്ക്രീൻ. അതിലാണ് പ്രാണനും മനസ്സും ശരീരവും ഒക്കെ കാണപ്പെടുന്നത്. ദേഹേന്ദ്രിയ പ്രാണ മനോധിയാംയോ ജന്മാപ്യയക്ഷുത് ഭയതർഷകൃച്ഛ്രൈഹി സംസാരധർമ്മൈഹി അവിമുഹ്യമാനഃ സ്മൃത്യാ ഹരേഃ ഭാഗവത പ്രധാന. ദേഹം, പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ്, അഭിമാനവൃത്തി ഒക്കെ തന്നെ സ്ക്രീനിലെ സിനിമ പോലെ ആ ചൈതന്യത്തിൽ, ചിദ്വസ്തുവിൽ കാണപ്പെടുന്ന നാമരൂപങ്ങളാണ്. ഈ നാമരൂപങ്ങൾക്കൊക്കെ തന്നെ വാസ്തവത്തിലെ സ്റ്റഫ്, ഉള്ളിലുള്ള സ്റ്റഫ് കേവലമായ കോൺഷ്യസ്നസ് മാത്രമാണ്, ബോധം മാത്രമാണ്, ചൈതന്യം മാത്രം. ആ ചൈതന്യമാണ് എല്ലാ ആകാരവും കൊണ്ട് നിൽക്കുന്നത്. എല്ലാം ആ ചൈതന്യമയമാണ് എന്ന് വീണ്ടും വീണ്ടും അനുസന്ധാനം ചെയ്യുമ്പോൾ ഉള്ളിൽ അനുഭവം ഉണ്ടാവും. ക്രിയാന്തരാസക്തിം അപാസ്യ കീടകോ ധ്യായന് യഥാലിം ഹി അലിഭാവമൃച്ഛതി തഥൈവ യോഗി പരമാത്മതത്വം ധ്യാത്വാ സമായാതി തദേകനിഷ്ഠയാണ്. ഒരു വേട്ടാവളിയൻ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ ഒരു പുഴു മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് പൂമ്പാറ്റയെ ധ്യാനിക്കും അത്രേ. ഒരു കവികൽപ്പനയാണ്. അതങ്ങനെ അങ്ങനെ അപ്യൂപ്പ അത് ചിത്രശലഭമായിട്ട് മാറുന്ന പോലെ ഏകാന്തത്തിലിരുന്ന് പരമാത്മതത്വത്തിനെ ധ്യാനം ചെയ്യുന്ന യോഗിയും അത് തന്നെയായിട്ട് തീരുന്നു. ധ്യാത്വാ സമായാതി തദേകനിഷ്ഠയ. തദേകനിഷ്ഠ എന്ന് വെച്ചാൽ അത് തന്നെ നിഷ്ഠ. സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആദര ആസേവിതോ ദൃഢഭൂമി. പതഞ്ജലി
യോഗസൂത്രമാണ്. ചില യോഗസൂത്രത്തിൽ യാതര എന്നുള്ള വാക്കുണ്ടാവില്ല. ചില സൂത്രത്തിൽ സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. ദീർഘകാലം നിരന്തരം ആദരവോടുകൂടെ അതിനെ അനുസന്ധാനം ചെയ്യും തോറും ഇറ്റ് ഗെറ്റ്സ് ഡീപ്ലി ഗ്രൗണ്ടഡ്. ദൃഢഭൂമി എന്നാണ്. അവിടെ അനുഭവമണ്ഡലത്തിൽ അത് നല്ലവണ്ണം പിടിക്കും. അപ്പോ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, നമുക്ക് ഒരു സ്പ്രിംഗ് ബോർഡ് ഉണ്ട്. നമ്മൾ റിയാക്ഷനൊക്കെ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ നിന്നാണല്ലോ അല്ലേ. അതുകൊണ്ട് ഓരോന്നും നമ്മളുടെ പേഴ്സണാലിറ്റിയിലാണ് എഫക്റ്റേഷൻ. അതിനു പകരം ആ ഡീപ്പർ സെന്ററിന് യു സ്റ്റാർട്ട് റെസ്പോണ്ടിങ്. ആ അനുഭവം അപ്പൊ നമുക്ക് അന്യമൊന്നുമില്ല, അത് തന്നെ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കാം. ഇങ്ങനൊരു അനുസന്ധാനത്തിന് ഒരാദ്യ പടിയാണ് പ്രാതസ്മരണ സ്തോത്രം. ജീവിതം മുഴുവൻ അനുസന്ധാനത്തിൽ മനന നിധിധ്യാസനത്തിൽ കഴിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. അറ്റ്ലീസ്റ്റ് വയസ്സുകാലത്തെങ്കിലും റിട്ടയർ ആയിട്ടെങ്കിലും ഇനിയുള്ള സമയമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ നല്ലത്. ശാന്തിയോടുകൂടെ എപ്പോഴും ജീവിക്കണം. എപ്പോഴും കഴിഞ്ഞിട്ടില്ലെങ്കിൽ വാർദ്ധക്യമെങ്കിലും ശാന്തിയോടുകൂടെ ജീവിക്കണം. മരിക്കുന്നതിന് മുമ്പെങ്കിലും അന്ധകാലേച്ച് സ്മരൻ മുക്ത്വാ കളേവരം ഭഗവാൻ പറഞ്ഞു. അന്ധകാലത്തിലെങ്കിലും ഈ ശാന്തി ഭഗവത് അനുഭവത്തിനെ നേടിക്കൊണ്ട് ശരീരം ഉപേക്ഷിക്കാനുള്ള ഒരു മഹാഭാഗ്യം നമുക്ക് സിദ്ധിക്കണം. അതിന് ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പ്രാതസ്മരണ സ്തോത്രമൊക്കെ അനുസന്ധാനം ചെയ്തത്. ഈ സ്തോത്രം കാണാതെ പഠിച്ച ദിവസം രാവിലെ ചൊല്ലുക. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്യാം. രാവിലെ ഈ ശ്ലോകം 3 ശ്ലോകം ചൊല്ലുക. എഴുന്നേറ്റ് അതൊരു അഭ്യാസം, ഒരു നിഷ്ഠയെങ്കിലും ആവും. അത് ക്രമേണ ആചാര്യസ്വാമിയുടെ അനുഭവം ആ ശ്ലോകത്തിലുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കാണാതെ പഠിച്ച് ചൊല്ലിയാലും കുറച്ചൊക്കെ അതിന്റെ ടേസ്റ്റ് ഉള്ളിൽ വരും. നമ്മൾ മനനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും വരും. അങ്ങനെയെങ്കിലും നടക്കട്ടെ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം നമാമി.